കേരള ക്രൈം ഫയൽസിന്റെ അവസാന എപ്പിസോഡിലേക്ക് പോകാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മനോജ് ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് അവൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ സംഭവം ഓർക്കുന്നു. ഷിജുവിന്റെ വീട്ടിലെത്തിയ പോലീസുകാർ അവന്റെ വീടിന്റെ കതവ് തട്ടുന്നു. ആരോ വന്ന് കതവ് തുറക്കുന്നു. അത് ഷിജുവിന്റെ ചേട്ടനാണ്. ഷിജു ഇല്ലേ എന്നവർ അന്വേഷിക്കുന്നു. ഷിജു ഇവിടെ ഇല്ലെന്നും താനവന്റെ ചേട്ടനാണെന്നും കൂടെയുള്ള മറ്റേ പയ്യൻ തന്റെ അളിയനാണെന്നും ചേട്ടൻ പറയുന്നു. ഷിജു നാട്ടിൽ വന്നിട്ട് 10 കൊല്ലമായി. വീടുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ല. നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ ചേട്ടൻ തന്നെയാണ് അവനെ എറണാകുളത്ത് ജോലിക്ക് അയച്ചത്. ചേട്ടൻ ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. ഷിജു അന്ന് അവന്റെ പ്രായത്തിനൊത്ത പ്രശ്നങ്ങളെല്ലാം നാട്ടിൽ ഉണ്ടാക്കിയതെന്നും പെണ്ണു വിഷയമായിരുന്നുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം അത് വലിയ നാണക്കേടായെന്നും അദ്ദേഹം പറയുന്നു. ഷിജുവിന്റെ പ്രവൃത്തി കൊണ്ട് അവരുടെ ചേച്ചിയുടെ കല്യാണം വരെ മുടങ്ങുകയുണ്ടായി. അതുകൊണ്ടും കൂടെയാണ് ഷിജുവിനെ ഇവിടെ നിന്ന് നാട് കടത്തിയത്. എന്തായാലും ഷിജുവിന്റെ ചേട്ടൻ മനോജിനോട് ഒരു കാര്യം പറയുന്നു. അവൻ ഒരാളെയും പേടിയില്ലാത്തവനാണെന്നും അവൻ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അവിടൊക്കെ തന്നെ കാണുമെന്നും അദ്ദേഹം പറയുന്നു. ആ പോയിന്റ് മനോജ് നോട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ ഷിജു കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് മനോജ് ചോദിക്കുന്നു. ഒരിക്കൽ ഇവരുടെ അച്ഛനെ ഷിജു വിളിച്ചിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുതെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. അതുമാത്രം അവൻ അനുസരിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറയുന്നു. അതുകൊണ്ടായിരിക്കും ഷിജു എല്ലായിടത്തും ഷിജു പാറൽ വീട് നീണ്ടകര എന്ന ഫേക്ക് അഡ്രസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവരാണ് ഷിജുവിനെ അന്വേഷിച്ച് എത്തിയിരിക്കുന്നത്. ഷിജുവിന്റെ ഫോട്ടോ വല്ലതും ഇരിപ്പുണ്ടോ എന്ന് മനോജ് ചോദിക്കുന്നു. ചെറുപ്പത്തിലെ ഫോട്ടോയേ ഉള്ളൂ എന്നും പുതിയതൊന്നും ഇല്ലെന്ന് ചേട്ടൻ പറയുന്നു. അടുത്ത സീനിൽ മനോജിനെ കാണിക്കും. പിറ്റേ ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് 6ാം ദിവസമായിട്ടുണ്ട്. മനോജ് വല്ലാർപാടത്ത് PM വരുന്നതിന്റെ ഡ്യൂട്ടിയിലാണ്. PM കടന്നുപോയി കഴിഞ്ഞ് മനോജ് പ്രദീപ് പോലീസിനെ വിളിച്ച് ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ് എല്ലാ കൺട്രോൾ റൂമിലേക്കും പാസ് ചെയ്യാൻ പറയുന്നു. ഇനി അവൻ അത് വെച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനാണ്. ആ മെസ്സേജ് എല്ലാ കൺട്രോൾ സ്റ്റേഷനിലും എത്തുന്നു. അത് നമ്മുടെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SIയും കേൾക്കുന്നു. അദ്ദേഹത്തോടാണ് നമ്മുടെ ഹോട്ടലിലെ ഇക്ക പരാതി കൊടുത്തിട്ടുള്ളത്. SI അവരെ കോണ്ടാക്ട് ചെയ്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ ഇക്കയുടെ ഹോട്ടലിൽ ഇരിക്കുന്നതാണ്. ഈ ഒറിജിനൽ അഡ്രസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനോജ് ഇക്കയോട് ചോദിക്കുന്നു. അത് അവന്റെ കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് അവൻ കുറച്ച് പേപ്പേഴ്സ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് തനിക്ക് കിട്ടിയതാണെന്ന് ഇക്ക പറയുന്നു. എന്തിനാ ഷിജു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് മനോജ് ചോദിക്കുന്നു. അത് ഷിജുവിന്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നെന്നും അവരുടെ പേര് സിസിലി എന്നാണെന്നും പുള്ളിക്കാരത്തിക്ക് ഒരു 40 വയസ്സ് വരും. അവരെ ഈ ഹോട്ടലിൽ വെച്ച് വേണ്ടാത്ത സാഹചര്യത്തിൽ ഇക്ക കാണുന്നു. അങ്ങനെ ഷിജുവിനെയും സിസിലിയെയും ഇക്ക അവിടുന്ന് പുറത്താക്കി. ആ ദേഷ്യത്തിലാണ് ഹോട്ടലിന്റെ ചില്ലൊക്കെ ഷിജു എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നത്. ഇക്കയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. കൂടാതെ ഹോട്ടലിന് തൊട്ടപ്പുറത്ത് ഒരു തട്ടുകടയും ഇട്ടു. അത് പക്ഷേ അധികകാലം നിന്നില്ല. അത് പൂട്ടിപ്പോയി. അതിൽ പിന്നെ ഫോണിൽ വിളിച്ചായി അവന്റെ ഭീഷണിപ്പെടുത്തൽ. ആ ഫോൺ നമ്പർ തങ്ങൾ അന്വേഷിച്ചുവെന്ന് ആ SI പറയുന്നു. ചാലക്കുടി ഭാഗത്തുള്ള ഒരു ലോഡ്ജിലെ നമ്പറാണ്. അവിടെ ചെന്നപ്പോൾ തങ്ങൾക്ക് അവന്റെ തിരുവനന്തപുരത്തെ അഡ്രസ് കൂടാതെ നീണ്ടകരയിലെ അഡ്രസ് കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് ആ SI പറയുന്നു. അവിടെ പോയിട്ട് കാര്യമില്ലെന്ന് മനോജ് പറയുന്നു. ഈ സിസിലിയെ ഷിജു കല്യാണം കഴിച്ചിരുന്നുവെന്ന് അവർ തിരക്കുന്നു. അത് തനിക്ക് അറിയില്ലെന്ന് ഇക്ക പറയുന്നു. സിസിലിയുടെ അഡ്രസ് അറിയോ എന്ന് അവർ ചോദിക്കുന്നു. അതും തനിക്ക് അറിയില്ല എന്ന് ഇക്ക പറയുന്നു. മനോജ് ആകെ അസ്വസ്ഥനായി ഹോട്ടലിന് വെളിയിലേക്ക് വരുന്നു. അവിടെ ആ പൂട്ടിപ്പോയ തട്ടുകടയുണ്ട്. ഹോട്ടലിന്റെ പൊട്ടിയ കണ്ണാടിച്ചിലും അവൻ നോക്കുന്നു. മനോജ് സൈനുവിനെ വിളിക്കുന്നു. അന്ന് ഷിജു പറഞ്ഞ ആ സ്ത്രീയുടെ പേര് സിസിലി എന്നാണെന്ന് തിരക്കുന്നു. അതെ, അത് തന്നെയാണ് ആ പേരെന്ന് സൈനു പറയുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ സൈനുവിന് ആ പേര് ഓർമ്മയുണ്ടായിരുന്നില്ല. സിസിലി എന്ന് തന്നെയാണെന്ന് സൈനു കൺഫേം ചെയ്യുന്നു. ഇനിയിപ്പോ ഷിജുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നത് ഈ സിസിലിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഷിജുവിന്റെ ഒറിജിനൽ അഡ്രസ് കിട്ടിയ പേപ്പേഴ്സ് ഒന്നും കൂടെ പരിശോധിക്കാൻ അവൻ പ്രദീപ് പോലീസിനോടും മറ്റും പറയുന്നു. അതിൽ സിസിലിയുടെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിലോ? അവിടെ ഇരുന്ന മനോജിന് പെട്ടെന്ന് ബസ്സിലെ ആ മോഷണ കേസ് ദിവസം ഓർമ്മ വന്നു. അന്ന് തന്നെയാണല്ലോ യൂണിയൻ ഷിജുവിനെ അറസ്റ്റ് ചെയ്തതും. അതിന്റെ പേരിൽ പ്രശ്നമുണ്ടായപ്പോൾ മനോജ് ആ മോഷണ കേസ് പ്രതിയുടെ കൂടെ ആ ബെഞ്ചിലിരുന്ന ദിവസം അന്ന് അവിടെ അവരുടെ പേരും അഡ്രസ്സും എഴുതിയെടുക്കുന്നത് മനോജിന്റെ ചെവിയിൽ വീഴുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നത് അവന് ഓർമ്മ വരുന്നു. എന്തോ സംശയം തോന്നി മനോജ് ഉടനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. അവിടെ വിളിച്ച് അന്നുണ്ടായിരുന്ന പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയുന്നു. അതിൽ ഒരു സിസിലി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ലിസ്റ്റിൽ സിസിലി ഉണ്ടായിരുന്നു. സിസിലി ജേക്കബ് എന്നാണ് അവരുടെ മുഴുവൻ പേര്. അവർ ആ വീടിനടുത്തെത്തുന്നു. ആ സമയമാണ് സുനിൽ ഓർത്തത് തങ്ങൾ ഈ വീട്ടിൽ നേരത്തെ വന്നിട്ടുണ്ട്. അന്ന് കിട്ടിയ നമ്പർ അനുസരിച്ച് ഈ ജേക്കബിനെ അവർ വന്ന് കണ്ടിരുന്നു. അന്ന് ഇവിടെ സ്ത്രീയെ കണ്ടിരുന്നുവെന്ന് അവർ പറയുന്നു. അത് സിസിലി തന്നെ ആയിരിക്കാമെന്ന് മനോജ് പറയുന്നു. അപ്പോൾ ജേക്കബിന്റെ ഫോണിൽ നിന്ന് ഷിജുവിനെ വിളിച്ചിരുന്നത് സിസിലിയാണ്. അവർ ആ വീട്ടിലെത്തി കഥയിൽ മുട്ടുന്നു. കഥവ് തുറന്നത് ജേക്കബ് തന്നെയാണ്. ജേക്കബ് അവരോട് അന്ന് തന്നെ എല്ലാം പറഞ്ഞിരുന്നതാണല്ലോ, എന്താ കാര്യമെന്നും ചോദിക്കുന്നു. തങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ടെന്ന് ജേക്കബിനോട് മനോജ് പറയുന്നു. അപ്പോൾ അവിടെ സിസിലി വരുന്നു. ഇതാരാ എന്ന് മനോജ് ജേക്കബിനോട് ചോദിക്കുന്നു. തന്റെ ഭാര്യയാണെന്ന് അയാൾ പറയുന്നു. അവരുടെ പേരെന്താണെന്ന് മനോജ് ചോദിക്കുന്നു. സിസിലി എന്താണെന്ന് ജേക്കബ് പറയുന്നു. ഇതോടെ ആളെ കൺഫേം ആയി. ജേക്കബിനെ കാര്യങ്ങൾ ചോദിക്കാനെന്ന വ്യാജേന അവരവിടെ നിന്ന് മാറ്റുന്നു. സിസിലിയുടെ മുഖത്ത് എന്തോ പരിഭ്രമമുണ്ട്. മനോജ് അവരെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടത് ഓർത്തെടുക്കുന്നു. ജേക്കബിനെ മാറ്റി നിർത്തി അവർ സംസാരിക്കുന്നു. തങ്ങൾക്കൊരു കുഴപ്പവും പറ്റില്ലെന്നും കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകാനാണ് വന്നതെന്നും അവർ പറയുന്നു. അവർ സിസിലിയുടെ കാര്യം അയാളോട് പറയുന്നില്ല. തങ്ങൾക്ക് ഒരു മോനാണ് ഉള്ളതെന്നും
സിസിലിക്കും കൂടെ ജോലിയുള്ളത് കൊണ്ട് അവനെ പള്ളി സ്കൂളിലാക്കിയിരിക്കുകയാണെന്നും അയാൾ പറയുന്നു. സിസിലി ഒരു പാവമാണെന്നും കഴിഞ്ഞ ദിവസം സാർമാർ ഇവിടെ വന്നതിന് ശേഷം അവൾ ഉറങ്ങിയിട്ടില്ലെന്നും അയാൾ പറയുന്നു. അവളുടെ കള്ളത്തരമൊന്നും അയാൾക്കറിയില്ല. മനോജ് സിസിലിയോട് ചെക്കപ്പിന്റെ ഫോണിൽ നിന്ന് ഷിജുവിനെ വിളിച്ചത് സിസിലിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാമെന്നും അതുകൊണ്ട് തന്നെ തങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ സിസിലിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നും പറയുന്നു. എല്ലാം തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നു. സിസിലി എന്നാണ് ഷിജുവിനെ അവസാനം കണ്ടതെന്ന് മനോജ് ചോദിക്കുന്നു. 4 ദിവസം മുമ്പാണെന്ന് അവൾ പറയുന്നു. അത് ആ ബസ്സിലെ മോഷണ കേസ് ഉണ്ടായ ദിവസമാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ലേ എന്ന് മനോജ് ചോദിക്കുന്നു. എന്തായിരുന്നു അവൻ അവസാനം കണ്ടപ്പോൾ പറഞ്ഞിരുന്നതെന്നും ചോദിക്കുന്നു. ഈ മാസം അവസാനം അവന്റെ കൂടെ പോകാനായിരുന്നു താൻ പ്ലാനിട്ടിരുന്നതെന്ന് സിസിലി പറയുന്നു. പക്ഷേ അന്ന് കണ്ടപ്പോൾ അതിപ്പോൾ വേണ്ട എന്ന് ഷിജു പറഞ്ഞുവെന്നും അവൾ പറയുന്നു. അതെന്താ കാരണമെന്ന് മനോജ് ചോദിക്കുന്നു. ഇടപ്പള്ളിയിൽ ഷിജു ഒരു തട്ടുകട നടത്തിയിരുന്നെന്നും അതിപ്പോ പൂട്ടിയെന്നും ഇപ്പോൾ അങ്കമാലിയിൽ ഒരു ക്യാൻറ്റീനിൽ ജോലി ശരിയായിട്ടുണ്ട്. അത് മാസ ശമ്പളത്തിനാണ്. അതെല്ലാം ശരിയായിട്ട് തന്നെ കൂടെ കൂട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവൾ മനോജിനോട് പറയുന്നു. അപ്പോൾ അങ്കമാലിയിലെ ഏതോ ക്യാൻറ്റീനിലാണ് ഷിജു ഉള്ളത്. അവർ സിസിലിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അടുത്ത സീനിൽ സിയയുടെ അടുത്ത് നിൽക്കുന്ന മനോജിനും കൂട്ടരെയാണ് കാണിക്കുന്നത്. സിഐ പക്ഷേ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അങ്കമാലിയിൽ അവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സിഐ അത് വിശ്വസിക്കുന്നില്ല. അവൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പെന്ന് അയാൾ മനോജിനോട് ചോദിക്കുന്നു. ഈ ഷിജുവിന് ഇതുപോലെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടാകും. അപ്പോൾ സിസിലിയോട് അവൻ കള്ളം പറഞ്ഞതുമാകാം. പക്ഷെ മനോജ് പറയുന്നു ഈ സിസിലിക്ക് വേണ്ടിയാണ് അവൻ സിറ്റി ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതും വധഭീഷണി മുഴക്കിയതും. അതുകൂടാതെ സ്വപ്നയെ കൊന്നതിന് ശേഷം അവൻ ആദ്യം പോയി കണ്ടത് സിസിലിയാണ്. അപ്പോൾ ഈ സിസിലി എന്ന് പറയുന്ന വ്യക്തി ഷിജുവിന് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സിസിലിയോട് അവൻ കള്ളം പറയാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്തായാലും അവനെ പിടിക്കണമെന്ന് മനോജ് പറയുന്നു. എന്തായാലും ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞതല്ലേ, അങ്കമാലിയിലും പോയി അന്വേഷിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. താനും പ്രദീപ് പോലീസും അങ്കമാലിയിലെ ക്യാൻറ്റീനെല്ലാം തപ്പാമെന്നും സുനിലും വിനുവും അവിടുത്തെ ഹോട്ടലുകളിലും ലോഡ്ജിലും അന്വേഷിക്കാമെന്നും മനോജ് പറയുന്നു. അവർ അങ്കമാലിയിലെത്തി. അവിടെയുള്ള സകല ഹോട്ടലിലും ലോഡ്ജുകളിലും ക്യാൻറ്റീനിലും അവർ കയറിയിറങ്ങി. ഈ സമയം നമ്മുടെ ശരത്തിനെ കാണിക്കുന്നുണ്ട്. അവനിപ്പോ ID കാർഡെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് റൂം കൊടുക്കുന്നത്. അങ്കമാലിയിലുള്ള സകല ലോഡ്ജും ഹോട്ടലും ക്യാൻറ്റീനും എല്ലാം അവർ കയറിയിറങ്ങി. എന്നിട്ടും ഒരു ക്ലൂ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അവസാനം പ്രദീപ് പോലീസ് മനോജിനോട് പറഞ്ഞു, നമ്മളെ ആ സിസിലി പറ്റിച്ചതാണെന്ന് തോന്നുന്നു. ഇനി കയറാൻ ഒരു ക്യാൻറ്റീൻ പോലും ബാക്കിയില്ല. സുനിലും വിനുവും ഏകദേശം എല്ലാ ലോഡ്ജും ഹോട്ടലും നോക്കിക്കഴിഞ്ഞു. ആ സിസിലി നമ്മളെ മിക്കവാറും പറ്റിച്ചതായിരിക്കുമെന്ന് പ്രദീപ് പോലീസ് പറയുന്നു. ആ സമയം തന്നെയാണ് മനോജിന് ഒരു കോള് വന്നത്. സുനിലാണ് വിളിച്ചത്. അവർക്ക് ഒരു ലോഡ്ജിൽ നിന്ന് ഷിജുവിന്റെ അഡ്രസ്സ് കിട്ടിയിരിക്കുന്നു. ഷിജുവിന്റെ ആ ഫേക്ക് അഡ്രസ്സ്. ഷിജു പാറയിൽ വീട് നീണ്ടകര. ആ ലോഡ്ജിലെ രജിസ്റ്ററിൽ അതുണ്ട്. അവൻ 1 മാസമായി അവിടെയാണ് താമസിക്കുന്നത്. മനോജും പ്രദീപ് പോലീസും പെട്ടെന്ന് തന്നെ അവിടെ എത്തി. അവിടെ ഇരിക്കുന്ന പയ്യനോട് കാര്യം തിരക്കി. ഷിജു എപ്പോൾ വരുമെന്ന് ചോദിച്ചു. സാധാരണ അവൻ രാത്രിയിലാണ് വരാറ്. പക്ഷേ 2 ദിവസം അവൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇവിടുന്ന് പോയതെന്ന് അയാൾ പറയുന്നു. അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് മനോജ് ചോദിച്ചു. അതെനിക്ക് അറിയില്ല എന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ 2-3 ദിവസത്തേക്ക് ഇങ്ങനെ പോകാറുണ്ടെന്നും അയാൾ പറയുന്നു. നീ എന്ത് ധൈര്യത്തിലാ പ്രൂഫൊന്നും വാങ്ങാതെ അയാൾക്ക് റൂം കൊടുത്തതെന്ന് പ്രദീപ് പോലീസ് ചോദിക്കുന്നു. അവൻ നിനക്ക് കാശ് തരാതെ മുങ്ങിയാലോ എന്ന് അവർ ചോദിക്കുന്നു. അങ്ങനെ പറ്റിക്കാതിരിക്കാൻ താൻ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. ഷിജു വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ നമ്പർ. അവർ പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. പക്ഷേ ആ കോൾ ആരും എടുക്കുന്നില്ല. ആ കോൾ കട്ടായി. ഇതവന്റെ സ്ഥിരം പറ്റിക്കൽ പരിപാടിയായിരിക്കുമെന്ന് മനോജ് പറയുന്നു. ആ നമ്പർ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും. എന്തായാലും സുനിലിനോടും വിനുവിനോടും അവിടെ മഫ്റ്റിയിൽ നിൽക്കാനായി മനോജ് പറയുന്നു. അവൻ പുറത്തിറങ്ങി വീണ്ടും ആ നമ്പറിലേക്ക് ട്രൈ ചെയ്യുന്നു. നിമിഷങ്ങൾ കടന്നു പോകുന്നു. ആരോ വന്ന് ആ കോളെടുത്തിട്ട് പറയുന്നു, ഹലോ, പോലീസ് ക്യാൻറ്റീൻ. അപ്പോൾ ഷിജു ഉള്ളത് പോലീസ് ക്യാൻറ്റീനിലാണ്. അവിടെ മാത്രം അവനെ തിരഞ്ഞിട്ടില്ല. പുലിമടയിൽ തന്നെ ചെന്ന് ഷിജു ഇരിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. സിയയും മനോജും സംഘവും ആ ക്യാൻറ്റീനിൽ മുന്നിലെത്തി. അവർ അകത്തേക്ക് കയറി. അവർ അകത്തിരുന്ന് ചായക്ക് ഓർഡർ ചെയ്തു. ആ ചായയുമായി ഒരാൾ വരുന്നു. അത് ഷിജുവാണ്. തങ്ങളെ ഇത്രയും നാൾ പറ്റിച്ച ഷിജു. അവർ അപ്പോൾ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അടുത്ത സീനിൽ അവനെയും കൂട്ടി അവർ ഗ്രാൻഡ് ലോഡ്ജിൽ എത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. തെളിവെടുപ്പിനാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവനെയും കൂട്ടി നേരെ അവർ സ്വപ്ന കിടന്ന റൂമിലെത്തുന്നു. ഇതിനിടയിൽ സ്വപ്നയുമായി ഷിജു റൂമെടുത്ത രംഗങ്ങളും കാണിക്കുന്നുണ്ട്. അവിടെ നടന്നത് എന്താണെന്ന് ഷിജു അവരോട് പറയുന്നു. സ്വപ്നയുമായി അവൻ ആ റൂമിലെത്തുന്നു. ഇവിടെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവനോട് അവൾ തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്നു. വെള്ളം മതിയോ എന്ന് അവൻ ചോദിക്കും. അതൊന്നും വേണ്ട, തണുത്ത് എന്തെങ്കിലും വേണമെന്ന് അവൾ പറയുന്നു. വല്ല ബിയറോ മറ്റോ. അവൻ അവൾക്ക് വേണ്ടി അത് വാങ്ങാൻ പോകുന്നു. അവൾ ആ ബിയറും കുടിച്ച് കുറേ സമയം കളഞ്ഞുവെന്ന് അവൻ പറയുന്നു. അവൾ എവിടെ ഇരുന്നതെന്ന് മനോജ് ഷിജുവിനോട് ചോദിക്കുന്നു. അവൾ ഇരുന്ന സ്ഥലം ഷിജു കാണിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ അവൾ അവിടെ ഇരുന്ന് ബിയർ കുടിക്കുന്നത് കാണിക്കുന്നു. ബിയർ കുടിച്ചു കഴിഞ്ഞ് തനിക്ക് വിശക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നു. പോയി ഒരു ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാൻ അവനോട് അവൾ പറയുന്നു. അത് അവന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവൾ നിർബന്ധിച്ച് അവന് വീണ്ടും പറഞ്ഞു വിടുന്നു. പക്ഷെ അവളുടെ ആറ്റിറ്റ്യൂഡ് അവന് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ ക്ഷമയും കിട്ടിയിട്ടുണ്ട്. അവൻ വാതിക്കൽ ചെന്ന് അവളെ രൂക്ഷമായി നോക്കുന്നു. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൾ ബാത്റൂമിൽ പോയി കൈ കഴുകി വരുന്നു. ഈ സമയമെല്ലാം ഷിജു അവിടെ അക്ഷമനായി ഇരിക്കുകയാണ്. അടുത്തത് അവൾ വന്നൊരു സിഗരറ്റ് എടുക്കുന്നു.
അത് കത്തിക്കാൻ ലൈറ്റർ നോക്കിയിട്ട് അവിടെ എങ്ങും കാണുന്നില്ല. ഉടനെ അവൾ അവനോട് ഒരു ലൈറ്റർ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അത് കേട്ടതും അവന്റെ ക്ഷമ മൊത്തം നശിച്ചു. അവൻ അവളോട് ചൂടാകുന്നു. ഇത് കേട്ട സ്വപ്നയ്ക്ക് ചിരി വരുന്നു. അവൾ അവിടെ പോയി ഇരുന്ന് അവനോട് ചോദിക്കുന്നു, നീ കല്യാണം കഴിച്ചതാണോ എന്ന്. ഇല്ല, പക്ഷെ ഉടനെ കാണുമെന്ന് അവൻ പറയുന്നു. എന്താ പേരെന്ന് അവൾ ചോദിക്കുന്നു. സിസിലി എന്നാണെന്ന് അവൻ പറയുന്നു. പക്ഷെ അത് പറയുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. അവൾ സിസിലിയെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്തെത്രയും പ്രായമുണ്ടോ അവൾക്കെന്ന് അവൾ തിരക്കുന്നു. അവൻ ദേഷ്യത്തിൽ നിന്നേക്കാൾ മൂത്തതാണെന്ന് പറയുന്നു. അപ്പോ കെട്ടിയവരും പിള്ളേരും ഒക്കെ ഉള്ളതാണല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അതും പറഞ്ഞ് അവൾ ഉറക്കി ചിരിക്കുന്നു. അവനാണെങ്കിൽ ദേഷ്യം ഇറച്ചി കയറുന്നുണ്ട്. അവൻ അവളുടെ ചിരി അസഹനീയമായി തോന്നി. നീ എന്തിനാ ഇത്ര ചിരിക്കുന്നതെന്ന് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ സിസിലിയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. അവന് സിസിലിയെ പറഞ്ഞത് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ഇതും പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും ആർത്തിച്ചിരിക്കുകയാണ്. അവന്റെ എല്ലാ കൺട്രോളും പോയി. അവൻ അവളുടെ സാരി കൊണ്ട് അവളുടെ കഴുത്തിൽ കുരുക്കിട്ടു. അത് പിടിച്ച് മുറുക്കാൻ തുടങ്ങി. അവൻ താൻ എങ്ങനെയാണ് സ്വപ്നയുടെ കഴുത്തിൽ സാരി മുറുക്കിയതെന്ന് വിനുവിന്റെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി കാണിച്ചു കൊടുത്തു. സ്വപ്ന ശ്വാസം കിട്ടാതെ പിടയുകയാണ്. അവൻ ശക്തിയായി തന്നെ ആ സാരി ഇട്ട് മുറുക്കുകയാണ്. അവൾക്ക് കട്ടിലിന്റെ ഒരു പടിയിൽ പിടുത്തം കിട്ടി. അത് ഒടിഞ്ഞു വന്നു. അതാണ് അവർക്ക് അന്ന് കിട്ടിയത്. അവസാനം അവളുടെ ശ്വാസം നിലച്ചു. അവൾ കട്ടിലിൽ നിന്ന് താഴെ വീണു. അപ്പോഴാണ് അവന് സ്ഥലകാലബോധം വന്നത്. അവൻ അവളെ കുലുക്കി വിളിച്ചു. പക്ഷേ അവൾക്ക് അനക്കമില്ല. അവൻ അവളെ വലിച്ചു കൊണ്ടുപോയി ടാപ്പിനടിയിലിരുത്തി. എന്നിട്ട് ടാപ്പ് തുറന്നു. ആ ടാപ്പ് പൊട്ടി ഇവിടെ മൊത്തം വെള്ളം വീണു. അവൾ മരിച്ചില്ലെന്നാണ് താൻ കരുതിയതെന്ന് അവൻ പോലീസിനോട് പറയുന്നു. തന്റെ സിസിലിയെ കുറിച്ചാണ് അവൾ അനാവശ്യം പറഞ്ഞതെന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നു. വായിൽ വരുന്നത് ഓരോന്ന് വിളിച്ചു കൂവിയിട്ടല്ലേ എന്ന് അവൻ പറയുന്നു. അവന് അപ്പോൾ സിസിലിയോടുള്ള സ്നേഹത്തിന് പുറത്താണ് ഈ പാതകം ചെയ്തിരിക്കുന്നത്. സിസിലിയെയും അവളെയും തമ്മിൽ കമ്പയർ ചെയ്തത് അവന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അവന് സിസിലി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണപ്പോ. സ്വപ്ന പിന്നെ താനും സിസിലിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് അവനോട് ചോദിച്ചത്. ആ കമ്പാരിസൺ അവന് ഇഷ്ടമായില്ല. അവന്റെ കണ്ണിൽ സിസിലി അവന്റെ പ്രണയിനിയാണ്, സ്വപ്ന ഒരു ചീത്ത സ്ത്രീ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്തത് അവന് ഒട്ടും അംഗീകരിക്കാനായില്ല. അതുകൊണ്ടാണ് അവൻ അവളെ ഉപദ്രവിച്ചത്. എന്തായാലും ഇത് കേട്ടതും മനോജ് അവന്റെ കവളത്ത് ഒറ്റ അടിവിച്ചു കൊടുത്തു. ആ കേസ് അവിടെ തെളിഞ്ഞു. അടുത്ത സീനിൽ ഇവരെല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കാണിക്കുന്നത്. 2011 ഏറ്റവും മികച്ച സേവനത്തിലുള്ള പോലീസിന്റെ ബാഡ്ജ് ഓഫ് ഓണർ ഇവർക്ക് കൊടുക്കുകയാണ്. ആ കേസ് തെളിയിക്കാനുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സിനെയും അവിടെ ആദരിക്കുന്നു. അവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. അവിടെ മനോജ് പറയുന്നു, ഈ കേസിലൊരു പൊളിറ്റിക്കൽ പ്രഷറോ മീഡിയ കവറേജോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനൊരു കൊലപാതകം നടത്തിയിട്ട് പ്രതി ഫ്രീ ആയി നടക്കുന്നു. അത് പിടിക്കണമെന്ന് തങ്ങൾക്കൊരു വാശി തോന്നി. ഷിജു തങ്ങളെ പേടിച്ച് ഓടിയിട്ടൊന്നുമില്ല. 6 ദിവസം തങ്ങളാണ് അവന്റെ പുറകെ ഓടിയതെന്നും മനോജ് പറയുന്നു. വെറും 6 ദിവസം കൊണ്ടാണ് ഒരു അഡ്രസ്സിൽ നിന്ന് തങ്ങളുടെ ഈ പോലീസ് ടീം ഈ കേസ് തെളിയിച്ചതെന്ന് CI പറയുന്നു. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന എല്ലാവർക്കും ബാഡ്ജ് ഓഫ് ഓണർ നൽകുന്നത് കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു സീരീസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.